ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് പീസ് സ്വന്തമാക്കിയിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം മിക്കു റോക്ക്. ഹലോ 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 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിക്കു റോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇനി മുതൽ അടിമുടി മാറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിലെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലോട്ട് കുതിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയൊരു ക്യാമറയിലും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പും എഡിറ്റിംഗ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ വീഡിയോസിന്റെയും നല്ല രീതിയിലുള്ള ഒരു അവതരണവും ഇനി മുതൽ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടുക്കാച്ചി അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്ന് ട്രിവാൻഡ്രത്ത് ലോഞ്ച് ആയിട്ടുള്ള വെറും 6 ക്യാമറയിലെ ആദ്യത്തെ ക്യാമറ സ്വന്തമാക്കിയിരിക്കുന്നത് ഞാനാണ് ഫ്രണ്ട്സ്. അതെ, നമ്മൾ ഇത് GoPro 9 സ്വന്തമാക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഫസ്റ്റത്തെ പീസ് കിട്ടിയത് എനിക്കാണ്. ഫസ്റ്റത്തെ പീസ് കിട്ടിയത് എനിക്കാണ്. അത് നമ്മൾ ട്രിവാൻഡ്രത്തെ ബാബ സ്റ്റുഡിയോന്നാണ് നമ്മൾ കളക്ട് ചെയ്തത്. നേരത്തെ കൂട്ടി തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഓർഡർ ചെയ്ത് ഫസ്റ്റ്, അതായത് ഇന്ത്യയിൽ ലോഞ്ചായി കേരളത്തിലെ ആദ്യത്തെ പീസ് വേണമെങ്കിൽ ഞാൻ തന്നെ കളക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ട്രിവാൻഡ്രത്തുള്ള ഒറ്റ ഇലക്ട്രോണിക് ഷോപ്പിലും തന്നെ GoPro 9 വന്നിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ആയിട്ട് GoPro 9 വാങ്ങിച്ച ക്രെഡിറ്റ് ഇനി എനിക്ക് സ്വന്തം, അതും നിങ്ങളുടെ സ്വന്തം മിക്കു റോക്കിന് സ്വന്തം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ GoPro 9 ഒന്ന് അൺബോക്സിംഗ് ചെയ്താലോ? വളരെയധികം കോമ്പാക്ട് ആയിട്ടുള്ള നല്ല ഒരു ക്യാമറ, പ്രത്യേകിച്ചും ട്രാവൽ ബ്ലോഗേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറ സീരീസുകളായിരുന്നു GoPro മുതൽ സ്റ്റാർട്ട് ചെയ്തത്. GoPro 5, 6, 7, 8 മുതൽ GoPro സീരീസുകളുടെ ഒരു കടന്നുചാട്ടമായിരുന്നു. പക്ഷേ നമ്മൾ ക്യാമറ വാങ്ങിച്ചത് കുറച്ചും കൂടെ വളരെയധികം സൂപ്പറായിട്ടുള്ള പുതിയ ഒരു ക്യാമറ വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് GoPro 9 വാങ്ങിച്ചത്. അപ്പോൾ GoPro 9ന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഡുവൽ ഡിസ്പ്ലേ ആണ്. അതായത് ഫ്രണ്ടിലും ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ഡിസ്പ്ലേ ഉണ്ട്. അതോടൊപ്പം തന്നെ GoPro 9ന്റെ വേറെ പറയാൻ പറ്റുന്ന ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് 5K റെസൊല്യൂഷൻ വീഡിയോസും കൂടെ എടുക്കാൻ പറ്റും. സോ 5K റെസൊല്യൂഷൻ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 5K വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതോടൊപ്പം നമ്മൾ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് 20 മെഗാ പിക്സൽ ആണ്. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 23.6 മെഗാ പിക്സൽ ആണ്. അതോടൊപ്പം തന്നെ 5K ഉണ്ട്, 5K റെസൊല്യൂഷൻ വീഡിയോസ് ഉണ്ട്, 4K 60 റെസൊല്യൂഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ 1080 റെസൊല്യൂഷൻ, 2.7K റെസൊല്യൂഷൻ ഒക്കെ ഉണ്ട്. അത് വിത്തൗട്ട് കേസിൽ 33 ഫീറ്റ് അഥവാ 10 മീറ്റർ നമ്മൾ ഈ അണ്ടർ വാട്ടറിൽ ഇത് വിത്തൗട്ട് കേസിൽ തന്നെ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ വോയിസ് കൺട്രോൾ നമ്മൾ GoPro 8 കണ്ടായിരുന്നു. GoPro 8 കാട്ടി ഒരു സ്റ്റെപ്പ് ചാടിയിരിക്കുകയാണ് GoPro 9. വോയിസ് കൺട്രോൾ വളരെയധികം സൂപ്പർബായിട്ടുള്ള ഒരു ഇതാണ്. നമുക്കിപ്പം എന്ന് പറയാൻ വേണ്ടി നമ്മളിപ്പോ ഒരു നല്ല രീതിയിലുള്ള ഒരു ചെറിയ ഒരു ഷോർട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല. പക്ഷെ വലിയൊരു സെൽഫി സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും വീഡിയോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ പ്രാവശ്യം ഫോൺ അടുത്തുകൊണ്ടിരുന്നു, ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റിംഗ്സ് മാറ്റുന്നു, അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റിംഗ്സ് മാറ്റുന്നു. അങ്ങനെ നമ്മൾ പല രീതിയിൽ സെറ്റിംഗ്സ് മാറ്റുന്നു. പക്ഷേ GoPro 8 സീരീസിന് ശേഷം GoPro 9 കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ഏകദേശം 8ഓളം വോയിസ് കമാൻഡ്, അതായത് GoPro സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ GoPro സ്റ്റാർട്ട് ആവുന്നു, GoPro സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ GoPro സ്റ്റോപ്പ് ആവുന്നു. അതുപോലെ തന്നെ GoPro ടേക്ക് ഫോട്ടോ, GoPro ടേക്ക് വീഡിയോ എന്ന് പറഞ്ഞ് നമുക്ക് പല രീതിയിൽ തന്നെ വോയിസ് കമാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെയധികം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്ലോ മോഷൻ ആണ്. ട്രിവാൻഡ്രത്ത് തന്നെ ഫസ്റ്റ് പീസ് കളക്ട് ചെയ്തത് ഞാനാണ്. അതും ബാബ സ്റ്റുഡിയോയിൽ നിന്ന്. ട്രിവാൻഡ്രത്തെ ബാബ സ്റ്റുഡിയോയിൽ മാത്രമേ GoPro 9 ഇന്ന് ലോഞ്ച് ആയിട്ടുള്ളൂ. അതായത് November 6 ലോഞ്ച് ആയിട്ടുള്ളൂ. വെറും 6 പീസും സ്പോട്ടിൽ തന്നെ അത് സെയിൽ ആയിക്കോട്ടെ. ടൈം വാർപ്പ് പ്രൈസ് 0. അതുപോലെ തന്നെ 1080 ലൈവ് സ്ട്രീമിംഗ് നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബ്
യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് യൂട്യൂബിൽ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ട്വിറ്റർ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം. അതുപോലെ തന്നെ പലതരം സോഷ്യൽ മീഡിയകളിൽ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡേറ്റ ഓവർലേസ് എന്നുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്. ക്വാളിറ്റി രീതിയിലുള്ള നമുക്ക് HDR എന്നുള്ള സൂപ്പർ ഫോട്ടോ മോഡുണ്ട്. അതുപോലെ തന്നെ റോ ഇമേജസ് എടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. വെബ്കാം ഫോട്ടോ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡുവൽ ഡിസ്പ്ലേ ആണ്. അതായത് നമുക്കിപ്പം ഒരു ഷോർട്ടിൽ പിടിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ GoPro 8 മുതൽ അതിന് മുന്നോട്ടുള്ള അതായത് 7, 8, 5, 6 എല്ലാ സീരീസിലും തന്നെ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ ഇല്ല. നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 2 ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇൻബിൽഡ് സൗണ്ട് ക്യാപ്ചറിങ്, അതായത് മൈക്രോഫോൺ എന്ന് പറയുന്നത് വളരെയധികം സൂപ്പർബ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഇത് അവകാശപ്പെടുന്നത്. GoPro സീരീസുകളിലെ ഏറ്റവും വലിയ തലവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് GoPro 9 നമുക്ക് പറയാം. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന. എല്ലാവർക്കും അറിയാലോ മെയ്ഡ് ഇൻ ചൈന ആണെന്നും. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ GoPro സീരീസുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും തന്നെ ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ആപ്പിളിന്റെ ഒരു ഫോൺ ഉറപ്പായിട്ടും കയ്യിൽ ഉണ്ടായിരിക്കണം. ആപ്പ് സ്റ്റോറിൽ കൂടെ നമ്മളാണെങ്കിൽ ഇതുപോലെ തന്നെ GoPro സീരീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്, GoProയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. മറ്റേ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ മറ്റ് സ്മാർട്ട് ഫോൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ GoProയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 1+1 വാറന്റി പീരീഡ് ആണ്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ 1 വർഷവും പ്ലസ് 1 ഇയർ എക്സ്റ്റെൻഡഡ് വാറന്റി പീരീഡ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ GoPro സീരീസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. GoPro സീരീസ് നമ്മൾ ഓൺലൈനായിട്ട് സൈറ്റിൽ കൂടെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് എൻട്രി ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഭാവിയിൽ എന്തെങ്കിലും കംപ്ലൈൻസോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ GoPro ആപ്പിൽ അല്ലെങ്കിൽ GoPro സൈറ്റിൽ കയറി തന്നെയാണ് നമ്മൾ കംപ്ലൈൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സാധാരണയായിട്ട് ഇത് 100% നിങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്ലോഗർ ആണെങ്കിൽ നിങ്ങളുടെ വ്ളോഗിംഗ് എക്സ്പീരിയൻസിൽ തന്നെ ഇത് ഒരു വളരെയധികം ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. GoPro Series 9. അപ്പോൾ നമ്മൾ GoPro 9 സീരീസ് നമുക്ക് അൺബോക്സിംഗ് ചെയ്താലോ? അപ്പോൾ നമ്മൾ GoPro ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് പീസ് സ്വന്തമാക്കിയതിന്റെ അഹങ്കാരമല്ല, സന്തോഷമാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ GoProയുടെ അൺബോക്സിംഗ് മലയാളം ഫസ്റ്റ് വീഡിയോ ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് GoProയുടെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നിങ്ങളുടെ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഈ GoPro 9 വാങ്ങുന്നതിലൂടെ വളരെയധികം സൂപ്പർവായിട്ട് തന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ GoPro 9ന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ആണ് കാണുന്നത്. അപ്പോൾ GoPro 9 ഹൈപ്പർ സ്മൂത്ത് 3.0 ഹീറോ 9 ബ്ലാക്ക് GoPro 9. അപ്പോൾ 20 മെഗാ പിക്സൽ, കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 23.6 മെഗാ പിക്സൽ ക്യാമറയാണ്. 5K 30 റെസൊല്യൂഷനിലുണ്ട്, 4K 60 ഉണ്ട്, 2.7Kയുടെ ഉണ്ട്. അതോടൊപ്പം തന്നെ 1080 ഉണ്ട്, 720 റെസൊല്യൂഷനിലൊക്കെ ഉണ്ട്. അണ്ടർ വാട്ടറിൽ 33 ഫീറ്റ് അഥവാ 10 മീറ്ററിൽ വിത്തൗട്ട് കേസ് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും, വാട്ടർ പ്രൂഫ് ആയിരിക്കും. 1080p ലൈവ് സ്ട്രീമിംഗ് കൂടെ നമുക്കിത് ആക്സസിബിൾ ആണ്. സോഷ്യൽ മീഡിയ ലൈവ് സ്ട്രീമിങ്ങും അതോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ 1000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ല ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മളിതിനടുത്ത് അതിൻ്റെ അടുത്ത ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. ക്യാമറ ഉണ്ട്, ബാറ്ററി, മറ്റ് ആക്സസറീസ്, അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴേക്കും നമ്മൾ അത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞത് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, 49,500 ആണ് ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. അപ്പോൾ അത് റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഓരോന്നും ഇനി ഓരോ ദിവസം കഴിയുമ്പോഴേക്കും വരുന്നതായിരിക്കും. നമ്മൾ ഈ GoPro സീരീസുകൾ എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫങ്ഷനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ GoPro ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. GoPro ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആപ്പിൾ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം, മറ്റേ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എപ്പോഴും നിങ്ങളൊരു GoPro വാങ്ങിക്കണം, അതായത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു GoPro വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ കഞ്ഞികളാകാൻ പാടില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് എപ്പോഴും നമ്മൾ വാങ്ങിക്കേണ്ടത് ഹൈ സ്പീഡ് മെമ്മറി കാർഡ്, അതായത് ഹൈ സ്പീഡ് മൈക്രോ SD കാർഡ് വേണം നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇല്ല സാധാരണ മെമ്മറി കാർഡ് ചില ഷോപ്പിൽ നിന്ന്, മൊബൈൽ ഷോപ്പിൽ നിന്നും അവിടെ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ 4K വീഡിയോസ് 5K വീഡിയോസൊക്കെ നിങ്ങൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഹാങ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഹൈ സ്പീഡ് മെമ്മറി കാർഡ് വേണം വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഹൈ സ്പീഡ് എക്സ്ട്രീമിൻ്റെ SanDisk മൈക്രോ SD കാർഡാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 128 GB ആണ്. 128 GB മെമ്മറി കാർഡുണ്ട്, 64 GB മെമ്മറി കാർഡുണ്ട്, 32 GB മെമ്മറി കാർഡൊക്കെ ഉണ്ട്. നമ്മുടെ ബണ്ടിൽ പാക്കിൽ 32 GB മെമ്മറി കാർഡാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് 128 GB മെമ്മറി കാർഡാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ MRP പ്രൈസ് വന്നിട്ട് 3400 ആണ്. ഇതൊരു 2000-2500 ആ റേറ്റിനൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടുത്ത വേറെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 160 MB/s ആണ്. ഇതിൻ്റെ റീഡ് ചെയ്യുന്നത് 90 MB/s ആണ്. അപ്പോൾ മറക്കാതെ ഈ ഒരു ഇതിനോടൊപ്പം, അതായത് ഈ ഒരു GoPro 9നോടൊപ്പം നിങ്ങൾ മറക്കാതെ തന്നെ ഇതുപോലെ ഒരു മെമ്മറി കാർഡും കൂടെ വാങ്ങിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബണ്ടിൽ പാക്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു 128 ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ വീഡിയോസുകൾ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ബണ്ടിൽ പാക്ക് അല്ല വാങ്ങിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഇനി അടുത്ത അതോടൊപ്പം തന്നെ ഒരു ഷോർട്ടിയും കൂടെ, അതായത് ഒരു മിനി ട്രൈപോഡും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് GoProയുടെ. ഇത് ഏകദേശം 1500 ആ റേറ്റ് നമ്മൾ അടുപ്പിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. GoProയുടെ മിനി ട്രൈപോഡാണ്, മിനി ഷോർട്ടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മൾ ഇനി അടുത്ത അൺബോക്സിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്ത അൺബോക്സിംഗ് ആണ് കാണുന്നത്. അൺബോക്സിങ് GoPro 9ൻ്റെ അൺബോക്സിങ്. നമ്മൾ 49,500 ആണ് ഇതിൻ്റെ പ്രൈസ്. നമ്മളിതിൻ്റെ അൺബോക്സിങ് ആണ്. ഇപ്പോൾ മറ്റ് GoPro സീരീസിനെ അപേക്ഷിച്ചിട്ട് ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിരിക്കും GoProയുടെ ക്യാമറാസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബോക്സിൻ്റെ അകത്താണ് GoProയുടെ 9ൻ്റെ ബോക്സ് വന്നിരിക്കുന്നത്. ബണ്ടിൽ പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ബണ്ടിൽ പാക്ക് അല്ലാത്ത, അതായത് വിത്തൗട്ട് ട്രൈപോഡ് എക്സ്ട്രാ ബാറ്ററി ഇല്ലാത്തൊരു പീസുകളാണ് ബണ്ടിൽ പാക്കിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പീസായി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന് പകരം ഇതുപോലത്തെ ഒരു ബോക്സ്, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോക്സുകളായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനടുത്ത് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെ ഇതിലുണ്ടെന്ന് കാണണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബോക്സ് തുറന്നു. യെസ്, നമ്മുടെ ചാനലിലെ തന്നെ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ച GoPro സീരീസിൽ ആദ്യമായിട്ട് വാങ്ങിച്ചത് തന്നെ GoPro 9 ആണ്. അപ്പോൾ GoPro 9 വന്നിട്ട് നമ്മൾ എന്തൊക്കെ പാർട്സുകളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ ഒരു കേബിളുണ്ട്, നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേബിള്. പ്രത്യേകിച്ച് ചാർജിങ്ങിൻ്റെ അഡാപ്റ്റർ ഒന്നും തന്നിട്ടില്ല. അതിൻ്റെ C ടൈപ്പ് കേബിൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതൊക്കെ ഒതുക്കി വയ്ക്കാം. പിന്നെ മൗണ്ട്, നമ്മൾ ഷോർട്ടിയിൽ വയ്ക്കാൻ വേണ്ടിയുള്ള മൗണ്ട്, അതിൻ്റെ അഡാപ്റ്റർ. ഹെൽമെറ്റിലും വയ്ക്കാം. ഇത് ഹെൽമെറ്റിൽ വയ്ക്കാൻ വേണ്ടിയുള്ള മൗണ്ടാണ്. ഇനി അടുത്ത ബാറ്ററിയാണ്. ബാറ്ററി നമ്മുടെ സാധാരണ GoPro 8 വരെയുള്ള ബാറ്ററിയും കാട്ടി ഇതൊരു 30% ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്നാണ് GoPro അവകാശപ്പെടുന്നത്. ഇത് ഏകദേശം 1750 mAh ആണ് ഉള്ളത്. മറ്റേതൊക്കെ 1400, 1350 ആ റേഞ്ചൊക്കെയാണ് mAh വന്നിരുന്നത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ബാറ്ററി വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ ഇതിലൊരു 20-30% അടുപ്പിച്ചിട്ട് ചാർജ് കാണുള്ളൂ. നമ്മൾ ബാറ്ററി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഏകദേശം
ഒരു 3 മണിക്കൂറോളം ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സ്ട്രാ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള അഡാപ്റ്റർ ഒന്നും GoPro 9 ആണെങ്കിൽ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ്, കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് GoProയുടെ ബാറ്ററി. ഓക്കെ, ഇത് നമ്മൾ സ്ക്രൂ ആണ്. അതായത് അറിയാലോ, നമ്മളാണെങ്കിൽ ഇതുപോലെ തന്നെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുകയാണെങ്കിലും അല്ലാതെ ഷോർട്ടിൽ മൗണ്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു സ്ക്രൂ ആവശ്യമാണ്. നമ്മളിനി അടുത്ത മെയിൻ ആയിട്ടുള്ള നമ്മുടെ സാധനം, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ GoPro 9. നമ്മുടെ ചാനലിൻ്റെ തലവര തന്നെ മാറ്റാൻ വേണ്ടിയുള്ള അതാണ്. അപ്പോൾ മറക്കണ്ട, ഞാൻ ഇത്രയും എഫർട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. നേഴ്സ് ട്രാവൽ വ്ളോഗാണ്. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്തും എനിക്കൊരു സപ്പോർട്ട് തരണം. മറക്കാതെ എൻ്റെ ഈ ചാനലിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് മിക്കു റോക്ക് എന്നുള്ള പേജും അതുപോലെ തന്നെ ഗ്രൂപ്പ് നിങ്ങൾ മറക്കാതെ ജോയിൻ ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഡെയിലി ക്രേസി ലൈഫ് എന്ന് പറയുന്ന എൻ്റെ സെക്കൻഡ് ചാനലും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ വീഡിയോയെ പറ്റി, ഇതിൻ്റെ ക്യാമറയെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് GoPro 9. നമ്മൾ മറ്റ് GoPro 8, GoPro 7 കാട്ടി ഇത് കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത നമ്മൾ കുറച്ചും കൂടെ ബാറ്ററി കുറച്ച് പവർ കൂടുതലാണ്. നമുക്ക് ഇത് അത് കൂടാതെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു ലെൻസ് വന്നിട്ട് ഇത് കറക്റ്റ് എടുത്ത് നമുക്ക് എക്സ്ട്രാ ലെൻസ് വേണമെങ്കിലും വയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അടുത്ത ഇതാക്കണ്ട, ഇത് നമ്മളിപ്പോൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 ഹൂക്കാണ്. മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹൂക്കാണ്. ഇതിലാണ് നമുക്ക് ഷോർട്ടി വേണമെങ്കിൽ മൗണ്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അല്ലാതെ നമ്മൾ ട്രൈപോഡ് ആണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിൽ നമുക്ക് മൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബാറ്ററി ഇട്ടിട്ട് നമുക്കൊന്ന് പിടിച്ച് ബാറ്ററിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഇത് മറ്റേതിനെ അങ്ങോട്ട് കുറച്ചും കൂടെ ഇതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ഹൂക്ക് ഓപ്പൺ ചെയ്യേണ്ട സ്പേസ്. ഇത് ബാക്കും ഫ്രണ്ടും അടിക്കേണ്ടത്. ഇത് ഓൺ ഓഫ്, ഇത് ഓൺ ഓഫ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടൈറ്റ് ഉണ്ട്, കുറച്ച് ബാക്ക് വലിച്ചിട്ട് വേണം ഇടേണ്ടത്. ഇതാണ് സ്പേസ്, കണ്ടല്ലോ, തിളങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റു ബാറ്ററി കൊണ്ട് കുറച്ചുകൂടെ വെയിറ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഒരു എക്സ്ട്രാ ഒരു 30% ചാർജും കൂടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. കറക്റ്റ് ആ ഒരു സ്ലോട്ട് നോക്കി വേണം ഇടേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒരു 4 പവർ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ഇടേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ GoPro ഇത് ഇങ്ങനെ വന്നിട്ട് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ കാണിച്ചില്ല, നമ്മളൊരു 128 മെമ്മറി കാർഡും കൂടെ ആ ഒരു സ്ലോട്ടാണ്. ഇത് മെമ്മറി കാർഡ് ഇടേണ്ട സ്ലോട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, നമ്മൾ ബാറ്ററി ഇട്ടതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് അടയ്ക്കണം. ഒരു സൗണ്ട് കേൾക്കും, നല്ലതാണ്. നേരത്തെ കിട്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ടെമ്പററി ഡിസ്പ്ലേയുടെ ഈ കവറൊക്കെയാണ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളൊരു ടെമ്പേർഡ് ഗ്ലാസ്സോ അതുപോലെ തന്നെ GoProയുടെ ഇതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഗ്ലാസ്സോ എല്ലാം, അതായത് ടെമ്പററി ഗ്ലാസ് അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ്സോ അല്ല, ഈ ഒരു കവർ എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങളൊരു നല്ല ഒരു ഗ്ലാസ് വാങ്ങിച്ച്, നല്ല ഒരു നമ്മളിപ്പോൾ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ നല്ല ഒരു നമ്മൾ ഗോറില്ല ഗ്ലാസ് പോലത്തെ കുറച്ചും കൂടെ കട്ടിയുള്ള ഗ്ലാസ് പോലെ വാങ്ങിച്ച് ഇതിൽ ഇടുന്നത് കുറച്ചും കൂടെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഓണിലോട്ട് കിടക്കുകയാണ്. ഇതാണ് പവർ ഓൺ ഓഫ്. ഫ്രണ്ട് ഡിസ്പ്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ? ഫ്രണ്ട് ഡിസ്പ്ലേ മൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തു.
ഓപ്പൺ ചെയ്തു. യെസ്, കണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ചാനലിൻ്റെ ടേണിംഗ് പോയിന്റ്. ഫോട്ടോ, വീഡിയോ മോഡ്, എനിത്തിങ് വി ക്യാൻ ചേഞ്ച്. സെറ്റിങ്സ് ഇത് ലാൻഡ്സ്കേപ്പ് മോഡ് മാറ്റിയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോർ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നല്ല ഒരു വീഡിയോ, നല്ല എല്ലാ മോഡിലും എങ്ങനെയൊക്കെയാണ് സംഭവം, ഫോട്ടോസ് എടുക്കേണ്ടത്, വീഡിയോസ് എടുക്കേണ്ടത് എന്നുള്ള എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഒരു നല്ല ഒരു വീഡിയോയുമായിട്ട്, നല്ലൊരു എഡിറ്റിംഗ് ടൂളുമായിട്ടും അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വളരെയധികം സൂപ്പറായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടെന്ന് കണ്ടല്ലോ. ഗോപ്രോയുടെ ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഒരു പൗച്ചുണ്ട്. പറയാൻ മറന്നു, നമ്മൾ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ നല്ലൊരു എഡിറ്റിംഗ് ടൂളും സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിലോട്ട് അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ നിങ്ങൾ മറക്കാതെ കാണണം. എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനടുത്ത് ഇതിൽ എന്തൊക്കെ ആക്സസറീസ് ഉണ്ടെന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 1 year എക്സ്ട്രാ വാറൻറ്റി പേപ്പറാണ്. ഇതാ ക്രിയേറ്റീവ് പെരിഫറൽസ്, അതായത് ഇതാ www.creativeindia.com GoPro വാറൻറ്റി എന്ന് പറയുന്ന ഈ സൈറ്റിൽ കയറിയിട്ട് വേണം നമ്മൾ ആദ്യമാണെങ്കിൽ ഇത് വാറൻറ്റി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് ആരാണ് വാങ്ങിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസൊക്കെ ഇത് എൻട്രി ചെയ്യേണ്ടത്, മറക്കല്ല. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദറായിട്ട് നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും കംപ്ലയിൻസോ ടെക്നിക്കൽ ഡാമേജ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഫിസിക്കൽ ഡാമേജ് അല്ല ടെക്നിക്കൽ ഡാമേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗോപ്രോയുടെ സൈറ്റിൽ കയറിയിട്ട് വേണം നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അവർ അതിനുശേഷം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാറൻറ്റി പേപ്പർ, അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പേപ്പറുണ്ട്. ഗോപ്രോയുടെ ട്രേഡ് മാർക്കായിട്ടുള്ള സ്റ്റിക്കറുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹെൽമെറ്റിലും ഇവിടെ വേണമെങ്കിലും അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഹെൽമെറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള അറിയാം. നമ്മുടെ മൗണ്ട് ഒട്ടിക്കുന്നു, അതിനുശേഷം അതിലാണെങ്കിൽ ഹൂക്ക് ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മൾ ക്യാമറ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി എങ്ങനെയാണ് ഇടുന്നതും അതുപോലെ തന്നെ ചാർജ് എങ്ങനെയാണ് സംഭവം കണക്ട് ചെയ്യുന്നതും എന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിലുള്ളത്. നമ്മളിതിനടുത്ത യൂസേഴ്സ് മാനുവലാണ്. ഇതെങ്ങനെയാണ് സംഭവം, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ചൈനീസ് ഭാഷയിലും കുറേ ലാംഗ്വേജിൽ ഫ്രഞ്ച് ഡച്ചിലൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോയുടെ ഒരു ജോയിൻ ദ ട്രൈബ് എന്നുള്ളൊരു പേപ്പർ, ഇത് 25% ഡിസ്കൗണ്ട് ഓൺ 10,000 പ്ലസ് ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഒരു പേപ്പറും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് നമ്മൾ GoPro 9 വെച്ച് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് നമ്മൾ കടക്കും. അപ്പോൾ ഫ്രണ്ട്സ് മറക്കണ്ട, നമ്മൾ ഈ ഗോപ്രോയുടെ അടുത്ത സെറ്റിങ്സും എങ്ങനെയാണ് വീഡിയോസ് ഹൈപ്പർ സ്മൂത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഹൈപ്പർ സ്മൂത്തിൽ ഇമേജസ് നമ്മൾ, അതുപോലെ തന്നെ വീഡിയോസ്, മറ്റ് സെറ്റിങ്സ് കാര്യങ്ങൾ എല്ലാം വളരെയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള എല്ലാ സെറ്റിങ്സിലും നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മറക്കാതെ കാണുക. അപ്പോൾ നമ്മൾ ഇതോടൊപ്പം തന്നെ ബണ്ടിൽ പാക്ക് അല്ലാതെയാണ് നമ്മൾ വാങ്ങിച്ചത്. അതുകൊണ്ട് നമ്മളൊരു ഷോർട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് യൂസ് ആകും ഷോർട്ടി. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പാർട്സ്: ഷോർട്ടി, ക്യാമറ, മറ്റേ ആക്സസറീസ്, ഒരു മൗണ്ട്, ഒരു ഹൂക്ക്, ഒരു സി ടൈപ്പ് കേബിള്, പിന്നെ ഒരു എക്സ്ട്രാ നമ്മളൊരു 128 GB ഒരു മെമ്മറി കാർഡ്, അത് ഹൈ സ്പീഡ് മെമ്മറി കാർഡാണ് വാങ്ങിച്ചത്, പിന്നെ ഒരു സ്ക്രൂ. അപ്പോൾ ഫ്രണ്ട്സ് മറക്കല്ലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതോടൊപ്പം എൻ്റെ ട്വിറ്റർ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്തും എനിക്കൊരു സപ്പോർട്ട് തരിക. അപ്പോൾ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, GoPro 9